തേങ്ങയുടെ വിലയൊക്കെ വളരെ കൂടി നിൽക്കുന്ന ഒരു സമയമാണിപ്പോൾ അല്ലേ? തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വിലയാണ്. അപ്പം തേങ്ങ വിലയ്ക്ക് വാങ്ങിക്കുന്നവർക്ക് ഒരു നല്ലൊരു മാർഗവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. കണ്ടോ, നമ്മൾക്ക് ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് നമ്മൾക്ക് സൂക്ഷിച്ച് ഫ്രീസറിൽ വെക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾക്ക് കറികൾ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഓരോ ക്യൂബ് ഇട്ട് കൊടുത്താൽ മതി. നമ്മളുടെ കറികൾക്ക് നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല കൊഴുപ്പും കിട്ടും. അതെങ്ങനെയാണെന്നല്ലേ? അതിനായിട്ട് ഒരു തേങ്ങ മതി നമുക്ക് ഒരു മാസത്തേക്ക്. അതിനായിട്ട് ഞാൻ ഒരു തേങ്ങ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതുപോലെ കൊത്തിയെടുക്കുകയാണ്. ഞാൻ ചിരവ ഉപയോഗിക്കാറില്ല. ഞാൻ ഈ രീതിയിലാണ് തേങ്ങ ചുരണ്ടി എടുക്കുന്നത്. ഇത് നമുക്ക് വളരെ എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ്. നമ്മൾക്ക് ഇരുന്ന് ഇങ്ങനെ തേങ്ങ ചിരണ്ടാനായിട്ട് നടുവിനൊക്കെ ബുദ്ധിമുട്ടുള്ളവർ, അതുപോലെ ഒത്തിരി ഇരിക്കുവാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇത് വളരെ നല്ലൊരു മെത്തേഡാണ്. ഇതുപോലെ നമ്മൾ കൊത്തിയെടുക്കണം. കൊത്തിയെടുക്കാൻ വളരെ എളുപ്പമാണല്ലോ. ഇതുപോലെ ഇപ്പം ഞാൻ ആ തേങ്ങ മുഴുവൻ ഇതുപോലെ കൊത്തിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾക്ക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം. നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയ കഷ്ണങ്ങളായാലും നമ്മൾക്ക് അതൊന്ന് പൊടിഞ്ഞ് കിട്ടാനായിട്ട് മുഴുത്ത കഷ്ണങ്ങളൊക്കെ ആയിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കണ്ടോ, ഈ ഒരു രീതിയിൽ ഞാനെല്ലാം അരിഞ്ഞെടുത്തു. വളരെ പെട്ടെന്ന് നമുക്കിത് ചെയ്യാൻ പറ്റുമല്ലോ. അല്ലെങ്കിൽ ഒരു തേങ്ങ നമ്മളിരുന്ന് ചുരണ്ടുമ്പോൾ എന്തോരം സമയം പിടിക്കും കണ്ടോ. എന്നിട്ട് ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾക്ക് ഒന്ന് കറക്കിക്കൊണ്ട് വന്നാൽ മതി. ഒത്തിരി അങ്ങ് അരയണ്ട. ജസ്റ്റ് ഒന്ന് അടിച്ച് എടുക്കുമ്പോൾ തന്നെ നമ്മളുടെ ആ കൊത്ത് ചുരണ്ടിയതുപോലെ തന്നെ നമ്മൾക്ക് കിട്ടും. ഞാൻ ഈ രീതിയിലാണ് തേങ്ങ ചുരണ്ടാറുള്ളത്. നിങ്ങൾ ഈ രീതിയിൽ നിങ്ങൾ ഇതുപോലെ തേങ്ങ ചുരണ്ടി എടുക്കാറുണ്ടോ? ഇത് വളരെ നല്ലൊരു മെത്തേഡാണ്. നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. അതിനുശേഷം ഞാൻ അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ആണ് ഇട്ട് കൊടുക്കുന്നത്. കോൺഫ്ലവറിന് പകരം നിങ്ങൾക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയില്ലേ, അത് ഇതുപോലെ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കോൺഫ്ലവർ ആണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾക്ക് അതിലേക്ക് അരയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് നോർമൽ വാട്ടർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾക്ക് നന്നായിട്ട് ഒന്ന് അരച്ചുകൊണ്ട് വരാം. ഇത് നമ്മൾ കറികൾക്ക് തേങ്ങ അരയ്ക്കുന്ന കറികൾക്കൊക്കെ നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുകയില്ലേ, അതുപോലെ നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആ കോൺഫ്ലവർ അല്ലെങ്കിൽ അരിപ്പൊടി കൂട്ടിയത് കൊണ്ട് തന്നെ നമ്മളുടെ ആ തേങ്ങ അരച്ചതിന് നല്ല കൊഴുപ്പുണ്ടാകും. അപ്പോൾ നമ്മൾക്ക് കറികളിലൊക്കെ നമ്മൾ കുറേശ്ശെ ഒരേ ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ വീതം ചേർത്താൽ മതി. അപ്പോൾ നമ്മൾക്ക് ഒരു മാസത്തേക്ക് നമ്മൾക്ക് ഈ ഒരു തേങ്ങ നമ്മൾക്ക് സൂക്ഷിച്ച് വയ്ക്കുവാൻ സാധിക്കും. എന്നിട്ട് നമ്മൾക്ക് ഇതുപോലെ ഐസ് ട്രേ എടുക്കാം. നമ്മൾ ഈ ഐസ് ട്രേയിലേക്കാണ് നമ്മൾ ഇത് സൂക്ഷിച്ച് വയ്ക്കുന്നത്. ഐസ് ട്രേയിലേക്ക് നമ്മൾ ഇതുപോലെ ഒഴിച്ച് ക്യൂബ്സ് ഉണ്ടാക്കിയിട്ട് ആ ക്യൂബ്സാണ് നമ്മൾ സൂക്ഷിച്ച് നമ്മൾ ഫ്രീസറിൽ ഒരു പാത്രത്തിലാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇത് മാസങ്ങളോളം നമ്മൾക്ക് അത് കേടുകൂടാതെ ഇരുന്നോളും. അതുപോലെ തന്നെ നമ്മളുടെ കറികൾക്ക് നമുക്ക് ഓരോ ക്യൂബും ഇട്ട് കൊടുത്താൽ മതി. നമ്മളുടെ കറികൾക്ക് വളരെ ടേസ്റ്റും കൂടും, അതുപോലെ തന്നെ നല്ല കൊഴുപ്പും കിട്ടും. നമ്മൾ തേങ്ങ അരയ്ക്കുന്ന ഏത് കറിക്ക് വേണമെങ്കിലും നമ്മൾക്ക് ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഓരോ ക്യൂബ് ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മൾ ഈ ഒരു തേങ്ങ കൊണ്ടാണ് നമ്മൾ ഈ 2 ഐസ് ട്രേ മുഴുവനും ഇതുപോലെ ക്യൂബ്സുകൾ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾക്ക് ഓരോ ക്യൂബ്സ് മതിയല്ലോ നമുക്ക് ഓരോ കറികൾക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പം നമ്മൾക്ക് ഇത് വളരെ നാൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ആ കോൺഫ്ലവർ അല്ലെങ്കിൽ അരിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ നല്ല കൊഴുപ്പും കിട്ടും. കണ്ടോ, ഇങ്ങനെ ഞാൻ അത് ആ ഐസ് ട്രേയിലേക്ക് മുഴുവനും കോരി ഒഴിച്ചു സ്പൂൺ കൊണ്ട്. അതിനുശേഷം നമ്മൾക്ക് ഇതുപോലെ അടച്ച് നമ്മൾക്ക് ഫ്രീസറിൽ വയ്ക്കാം. ഒരു ദിവസം കഴിയുമ്പോൾ, ഒരു ദിവസം നമ്മൾ ഫ്രീസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ക്യൂബ്സായിട്ട് മാറുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ഫ്രീസറിലേക്ക് വെക്കുകയാണ്. ഈ ഒരു രീതിയിൽ അടച്ച് ഫ്രീസറിലേക്ക് വെക്കുകയാണ്. പിറ്റേ ദിവസം ഞാൻ അത് എടുത്തു. അത് ഒരു ക്യൂബ്സ് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഡപ്പയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അത് തുറന്ന് ഇപ്പോൾ നന്നായിട്ട് ഐസ് പിടിച്ചിട്ടുണ്ട്.
കണ്ടോ, ഈ ഒരു രീതിയിൽ നന്നായിട്ട് അത് കട്ടകളായി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഓരോ ക്യൂബ്സും അതിൽ നിന്ന് അടർത്തിയെടുത്ത് ഈ പാത്രത്തിൽ സൂക്ഷിച്ചാൽ മതി. ഇതിങ്ങനെ കമത്തി പിടിച്ചുകൊണ്ട് അതിൻ്റെ പുറകിൽ ഒന്ന് ഞെക്കി കൊടുക്കുമ്പോഴേ ആ ക്യൂബ്സൊക്കെ ആ പാത്രത്തിലേക്ക് വീണ് കിട്ടും. കണ്ടോ, ഈ ഒരു രീതിയിൽ ഒന്ന് ഞെക്കി കൊടുത്താൽ മതി. വളരെ നല്ലൊരു ട്രേ ആണ് കേട്ടോ. ഇത് ഞങ്ങൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ട്രേ ആണ്. കണ്ടോ, ഇതുപോലെ ഒന്ന് ഞെക്കി കൊടുത്താൽ പുറകിൽ റബ്ബർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഞെക്കി കൊടുക്കാനും എളുപ്പമാണ്. ഇങ്ങനെ ഞെക്കി കൊടുക്കുമ്പോൾ ആ ക്യൂബ്സൊക്കെ നമ്മുടെ പാത്രത്തിലേക്ക് വീഴും. കണ്ടോ, ഇങ്ങനെ നമുക്ക് അത് എല്ലാം ഇതുപോലെ ഞെക്കി ആ പാത്രത്തിലിട്ട് സൂക്ഷിച്ച് വയ്ക്കാം നമ്മൾക്ക്. അതും ഇതുപോലെ തന്നെ ഫ്രീസറിൽ നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ മതി. നമ്മൾക്ക് അത് കറികൾ ഉണ്ടാക്കുമ്പോൾ ഓരോ ക്യൂബ്സ് എടുത്ത് ആ കറികളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. നമ്മളുടെ കറികൾക്ക് നല്ല കൊഴുപ്പും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും കിട്ടും. അപ്പോൾ ആ ഒരു തേങ്ങ കൊണ്ട് നമ്മൾ ഇത്രയും ക്യൂബ്സ് നമുക്ക് കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് എത്ര നാൾ, ഒരു മാസം വരെ നമ്മൾക്കിത് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു മാസത്തേക്ക് ആ ഒരു തേങ്ങ കൊണ്ട് തന്നെ നമുക്ക് വളരെ ഉപയോഗപ്രദമായില്ലേ. കണ്ടോ, ഇപ്പം ഞാൻ അതെല്ലാം ആ പാത്രത്തിലേക്ക് ഇട്ടു. ഇനി നമ്മൾക്ക് ആ പാത്രം കണ്ടോ, ഇങ്ങനെ ഓരോ ക്യൂബ്സും ആയിട്ട് നമ്മൾക്ക് വളരെ എളുപ്പമാണ്. അതിൽ ഓരോ ക്യൂബ്സ് എടുത്താൽ മതി. നമുക്കിതുപോലെ തന്നെ അടച്ച ഫ്രീസറിൽ സൂക്ഷിക്കാം. അത് നമ്മൾക്ക് ഇത് ആവശ്യമുള്ള സമയത്ത് ഓരോ ക്യൂബ്സ് എടുത്ത് കറികളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇത് വളരെ നല്ലൊരു മെത്തേഡായിട്ട് എനിക്ക് തോന്നി. തേങ്ങയുടെ വിലയൊക്കെ കൂടിയിരിക്കുന്ന ഈ സമയത്ത് നമ്മൾക്ക് തേങ്ങയൊക്കെ വളരെ വില കൊടുത്ത് വേണമല്ലോ വാങ്ങിക്കാനായിട്ട്. അത് വാങ്ങിച്ചു കഴിഞ്ഞ് ഒരു തേങ്ങ വാങ്ങിച്ചാൽ നമുക്ക് ഇതുപോലെ ഒരു മാസം സൂക്ഷിക്കാം അല്ലേ. വളരെ നല്ലൊരു മെത്തേഡല്ലേ ഇത്. ഇപ്പം അതുകൊണ്ട് നല്ല കൊഴുപ്പും കിട്ടും, നല്ല ടേസ്റ്റും കിട്ടും. നമ്മൾ തേങ്ങ അരയ്ക്കുന്ന അതേ ടേസ്റ്റ് തന്നെ കിട്ടും നമ്മുടെ കറികൾക്ക്. ഞാനിപ്പോൾ കണ്ടോ ഒരു തലക്കറി വയ്ക്കുകയാണ്. ഞങ്ങൾ മുളക് കുറച്ചായിട്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് ആ കളറ്. എരിവ് കുറച്ചാണ് വയ്ക്കുന്നത്. അതിലേക്ക് ഞാൻ ഇതുപോലൊരു ക്യൂബ്സ് ഇട്ട് കൊടുക്കുകയാണ്. അത് ലയിച്ച് അതിനോട് ചേർന്ന് കഴിയുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റും കിട്ടും. അതുപോലെ തന്നെ ആ ചാറിനൊക്കെ നല്ല കൊഴുപ്പും ഉണ്ടാകും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട്